ഈ ചിട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ചിട്ടിയുടെ ബെനിഫിറ്റ്സും ഡ്രോബാക്സും എന്തൊക്കെയാണ്? ഇങ്ങനെ ചിട്ടിയെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടം വാങ്ങാനും പണം സമ്പാദിക്കാനും ഉപയോഗിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ ടൂളാണ് ചിറ്റ് ഫണ്ടുകൾ. നമ്മൾ സാധാരണയായി ഇതിനെ ചിട്ടികൾ, കുറികൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരു ഫിക്സ്ഡ് തുക റെഗുലറായി കളക്ട് ചെയ്ത് പൂൾ ചെയ്യുന്നു. ഓരോ പീരീഡ്സിലുമായി കളക്ട് ചെയ്ത മൊത്തം എമൗണ്ട് ഗ്രൂപ്പിലെ ഒരാൾക്ക് കിട്ടുമെന്ന് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. ഓരോ മെമ്പർക്കും പൂൾ ചെയ്ത ഫണ്ടിലെ തങ്ങളുടെ ഭാഗം കിട്ടുന്നതുവരെ ഈ പ്രൊസീജിയർ തുടരുന്നു. സാധാരണയായി ഒരു ചിറ്റ് ഫണ്ട് ഫേം ആണ് ചിട്ടികൾ നടത്തുന്നത്. ചിട്ടികൾ ചേരുന്നത് കൊണ്ട് എന്താണ് മെച്ചം എന്നാണോ ചിന്തിക്കുന്നത്? ചിട്ടികളുടെ 5 പ്രധാന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഈസി ടു ജോയിൻ ആൻഡ് ഓപ്പറേറ്റ്. ഒരു ചിട്ടിയിൽ ചേരുന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും എളുപ്പമാണ്. കാരണം ഒരു തരത്തിലുള്ള ഡോക്യുമെന്റേഷൻസോ വെരിഫിക്കേഷൻസോ കൊളാറ്ററലോ ഇവിടെ ആവശ്യമില്ല. നമ്പർ 2, ഹൈ റേറ്റ് ഓഫ് റിട്ടേൺസ്. ഒരു ചിട്ടിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ലാഭം അവർക്കിടയിൽ തന്നെ വീതിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ചിട്ടികൾ ഉയർന്ന റേറ്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കുന്നു. നമ്പർ 3, ലിക്വിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. പണത്തിന്റെ ആവശ്യം എപ്പോൾ വന്നാലും ചിട്ടിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് അത് പിൻവലിക്കാം, അതും യാതൊരു പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ കൂടാതെ. നമ്പർ 4, എൻകറേജ് സേവിങ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. സബ്സ്ക്രൈബേഴ്സ് തങ്ങളുടെ ചിട്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങാതെ അടയ്ക്കേണ്ടതുണ്ട്. ഇത് ആളുകൾക്കിടയിൽ സമ്പാദ്യശീലവും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. നമ്പർ 5, ഫോസ്റ്റർ സോഷ്യൽ ബോണ്ടിങ് ആൻഡ് ട്രസ്റ്റ്. ഒരു ചിട്ടിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരേ കമ്മ്യൂണിറ്റിയുടെ അഥവാ നെറ്റ്വർക്കിന്റെ കീഴിലാണ് വരുന്നത്. ഇത് പരസ്പര വിശ്വാസവും സോഷ്യൽ ബോണ്ടിങ്ങും കൂട്ടാൻ ഇടയാക്കുന്നു. ചിട്ടികളുടെ ബെനിഫിറ്റ്സുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ചിട്ടികളുടെ പ്രധാന ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. നമ്പർ 1, സ്റ്റെബിലിറ്റി മേ വാരി. ഒരു ചിറ്റ് ഫണ്ടിന്റെ സ്റ്റെബിലിറ്റി ആ ഫണ്ടിലെ ഓരോ മെമ്പർമാരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഡിസിപ്ലിൻ അനുസരിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെമ്പർ ഡിസാസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് ആ ചിട്ടിയുടെ ആകെയുള്ള സ്റ്റെബിലിറ്റിയെ ബാധിക്കും. നമ്പർ 2, ഹൈ ലെവൽ ഓഫ് റിസ്ക്. ചിട്ടികളിൽ റിസ്ക് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺസ് എത്രയുണ്ടെന്ന് പറഞ്ഞാലും റിസ്ക് ഉയർന്നതാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആന്ധ്രയിലെ ഗുഡ്ഡൂരിൽ നടന്ന സായി സാനദ ചിറ്റ് ഫണ്ട് തട്ടിപ്പിൽ ആകെയുള്ള 619 ഇൻവെസ്റ്റേഴ്സിൽ 510 പേർക്കും പണം നഷ്ടപ്പെട്ടു. ഏകദേശം 45 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നത്. നമ്പർ 3, അൺറെഗുലേറ്റഡ് ചിറ്റ് ഫണ്ട്സ്. ചിറ്റ് ഫണ്ട് ആക്ട് 1982 പ്രൊവിഷൻസ് അനുസരിച്ച് നടത്തുന്ന ചിറ്റ് ഫണ്ടുകൾ മാത്രമേ ഇന്ത്യയിൽ ലീഗൽ ആയിട്ടുള്ളൂ. എന്നാൽ ചില കേസുകളിൽ അൺറെഗുലേറ്റഡ് ആയ ഇൻഫോർമൽ ആയ ചിറ്റ് ഫണ്ടുകൾ ഉണ്ടാക്കപ്പെടുന്നു. അത്തരം ചിട്ടികളിൽ സ്കാമുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ലീഗൽ ഹെൽപ്പും കിട്ടുന്നതല്ല. ചിട്ടികളുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഇപ്പം മനസ്സിലായല്ലോ. ഇനി ചിട്ടികളിൽ ചേരുന്നതിന് മുമ്പായി മസ്റ്റായി നോക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. നമ്പർ 1, റിസർച്ച് അബൌട്ട് ദ ഫേം. ചിട്ടി നടത്തുന്ന കമ്പനിയെയോ സ്ഥാപനത്തെയോ പറ്റി ശരിക്കും പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്പർ 2, പാർട്ടിസിപ്പൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ചിട്ടിയിലുള്ള മെമ്പർമാരെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക. മെമ്പർമാർ ജെന്യൂൻ ആണോ എന്ന് അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 3, ചെക്ക് ഫോർ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എല്ലാ ചിറ്റ് ഫണ്ട് കമ്പനികൾക്കും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ചിറ്റ് ഫണ്ട് ആക്ട് 1982 പ്രകാരം ഇത് കമ്പൽസറി ആയി എടുത്തിരിക്കണം. നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ചിട്ടികൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടോ എന്ന് നോക്കുക. ചിട്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മനസ്സിലായോ? അവസാനമായി ഒരു ചോദ്യം: നിങ്ങൾ ചിട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.